ആ 12 ഭാര്യമാരും മരിക്കുമ്പോൾ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പ്രവാചകരെ അങ്ങയുടെ മണവാട്ടിയായി ജീവിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. 12 എണ്ണം കെട്ടിയ റസൂലുള്ളാഹിനോട് 12 ഭാര്യമാരും മുഖത്ത് നോക്കി പറഞ്ഞതാ, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബേ നിങ്ങളെ മണവാട്ടി ആവാനാ താല്പര്യം. ഇനി ഒന്ന് കെട്ടിയ നമ്മളോ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കാണ്ടി. പെണ്ണുങ്ങളറിയും സ്വർഗത്തിൽ നിങ്ങളാണ്, എനിക്ക് ആ സ്വർഗം വേണ്ടാന്ന്. അങ്ങനെയല്ല, തമാശക്ക് വേണ്ടി പറയല്ല. ഒന്നിനെ കൊണ്ടടക്കാനാകുന്നില്ല. ആ ഒന്നിൻ്റെ അടുത്ത് തന്നെ കുറ്റം എഴുതി ചോദിച്ചാൽ ഒക്കെ ഒരു നോട്ട് ബുക്ക് മതിയാകാതെ വരികയും ചെയ്യും. മുക്കത്താ ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തെറി. പിയാപ്പിളയൊക്കെ ഉഷാറാണ്, തിന്നാനൊക്കെ കൊണ്ടെത്തരും. പിന്നെന്താ, തൊള്ള സഹിക്കാനാകില്ല. തെറിയോ തെറി. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തല്ലുന്നവരുണ്ട്. ഇപ്പോഴും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാ സഹിക്കുക? ഞാൻ എൻ്റെ മൂത്ത മോക്ക് ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ്. ഞാൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക്, എൻ്റെ മോളെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഭാര്യനോട് പറയും, സുബ്ഹാനല്ലാ, ഇനി ഒരു 6 or 7 കൊല്ലം കൂടി എൻ്റെ മോളിൻ്റെ പേരുണ്ടാവും. അത് കഴിഞ്ഞാൽ ഏതോ കുടുംബത്തിൻ്റെ അകത്ത് പോകണ്ടോളാ. ആ പൊന്നുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട്. പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കും ഉമ്മാർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എൻ്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു പിയാപ്പിളനെയും കുടുംബവും കിട്ടണേ റബ്ബേന്ന്. ഓ മൊഞ്ചനും സുന്ദരനും ഗ്ലാമറുള്ളവനും ആണോന്നൊന്നുമല്ല. എൻ്റെ മോളെ പലപ്പോഴും നിക്കാഹിന് വേദിയിലിരിക്കുന്ന വാപ്പ അങ്ങനെ കൈ പിടിക്കാൻ നേരത്ത് കണ്ണു നിറഞ്ഞുറ്റുന്ന് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ കാക്ക കരയണത്? അപ്പം എന്നോട് അറിയും, 2 സങ്കടം അവസ്ഥാതെ. ഒന്ന്, എൻ്റെ മോൾ ഇറങ്ങിപ്പോകുന്നത്. 2, എൻ്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിൻ്റെ പേരിൽ. അതെന്താ, ഇതേപോലെ കൈ പിടിച്ചു കൊടുത്തതാ, അപ്പം പൊരയിലുണ്ട്. ഓൻ്റെ അത്ര വെറുക്കപ്പെട്ടോ നാറി വേറല്ല. ആദ്യമൊക്കെ നല്ലോനായിരുന്നു, പിന്നെയാണ് ഓൻ്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത്. തല്ല് കിട്ടിയിട്ട് എൻ്റെ മോക്ക് ജീവനില്ല, തിന്നാൻ കൊടുക്കൂല. ഏതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമല്ല, പേടിച്ച് ജീവിച്ചതാ 12 കൊല്ലം എൻ്റെ മോളാ പൊരയില്. ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ല കേട്ടോ, അത് ഭർത്താക്കന്മാരൊന്നും അറിയണം. നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല, അസാധുക്കൊക്കെ അറിയാം തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന്. വാപ്പയമ്മയും മരിച്ചോയാലും കൂടിയാണെങ്കിൽ സഹിച്ച് ജീവിക്കും. ഇനി ഞാനിപ്പോൾ പിണങ്ങിപ്പോയാൽ പടച്ചോൻ എൻ്റെ അമ്മക്കും ഉപ്പക്കും അതൊരു ദുരിതാവും, അവർക്ക് പിന്നെ ഒരു തീരാ സങ്കടാവും. വാപ്പയമ്മയും വരുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് സമാധാനത്തിൽ കുടുംബം നോക്കി അവസാനം പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ, കൊമ്പില്ലാത്തതിനെ കുത്തിത്തോൽപ്പിക്കൽ, അത് വലിയ ആണത്തൊന്നുമല്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറേ ആണുങ്ങൾ. നാട്ടിൽ നല്ല വിലയാ, കുടുംബത്തിനും നല്ല വിലയാ. പക്ഷെ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ പെണ്ണിനെ അറിയൂ. അള്ളാൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? നാട്ടിലെ പവറും പത്രാസും വില ഉണ്ടാക്കിയോനെന്നല്ല, വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചോനെന്നല്ല, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ ഓനാ ഏറ്റവും നല്ല ആണ്. എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളാരുമല്ല. ഞാൻ കെട്ടിക്കൊണ്ടോന്ന് എൻ്റെ പെണ്ണിനിക്ക് ഇടുന്നതാ വില, അവളിനിക്ക് തരുന്നതാ വില. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ അവനാൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എൻ്റെ ഭാര്യ. പക്ഷെ ഇന്നില്ല, നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും നല്ല സ്വഭാവം കാണിക്കും, സ്വന്തം പെണ്ണിനോടൊരു തമാശ അറിഞ്ഞിട്ടുണ്ടാവില്ല, സ്വന്തം പെണ്ണിനോടൊന്നും നല്ലോണം പുഞ്ചിരിച്ച് വർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും അവൻ ഹായും കൂയും അയച്ചിട്ടും ഉണ്ടാവും. ആ കാലഘട്ട കൺമുൻപിൽ ആ അവസ്ഥയിലൂടെ ആ പല കുടുംബങ്ങളും പോകുന്നത്. അതുകൊണ്ടാണല്ലോ വീട്ടിൻ്റെ പോർച്ചിലെത്തുന്നതിൻ്റെ മുൻപ് ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ മെസ്സേജ് പുരയിലെത്തി, നാളെ ബാക്കി. ആ കാലഘട്ട കൺമുൻപിൽ വഞ്ചനയും ചതിയും എന്നു വേണ്ട അഭിനയങ്ങളുടെ കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ പല വീടുകളും. ദുനിയാവിൽ ഇതൊന്നും ആരും അറിയൂല. കാരണം പടച്ചോൻ സംരക്ഷിച്ച് കൊണ്ടടക്കുന്നതേ ഒരുപാട് മനസ്സ് സങ്കടപ്പെടാതിരിക്കാനാ, ഒരുപാട് കണ്ണുകൾ നിറയാതിരിക്കാനാ. അല്ലാണ്ട് പടച്ചോൻ്റെ കൈകൊണ്ടാട്ടോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊന്നും വലിയ പോരിശ വിചാരിക്കണ്ട. 1000 കുടുംബങ്ങൾ കണ്ണുനീരിലേക്ക് എത്താതിരിക്കാൻ പടച്ചോൻ്റെ മലക്കൾ വെറുത്തിട്ട് സഹിക്കുക, അള്ളാഹ് അറിയിക്കാതെ കാത്തുപിടിച്ച് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ, നമ്മളെ ഒരു നല്ല ആണെന്ന് പറഞ്ഞാൽ അല്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ മനസ്സറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നാ. അതുകൊണ്ട് ആ ഹഫ്സാ ബീവിക്ക് ഇഷ്ടമുള്ളത് റസൂൽ കൊണ്ടുകൊടുക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ആയിഷ ബീവിൻ്റെ അടുത്ത് വന്ന് ഓട്ടമത്സരത്തിന് കൂടും. ആയിഷ ബീവി മാവ് കുഴക്കുമ്പോൾ ഉറങ്ങിപ്പോകും. റസൂലുള്ള മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷ ബീവിനെ വിളിച്ച് ഒരുമിച്ച് തിന്നും. എന്നാൽ ഉമ്മു ഹബീബാന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ള കാത്തിരിക്കും ഉമ്മു ഹബീബാന്റെ കൈപ്പുണ്യം അറിയാൻ. അറിഞ്ഞ് സ്നേഹിച്ചത് അള്ളാന്റെ റസൂലുള്ള. വീട്ടിലിരിക്കുന്ന ആയിഷ ബീവിനോട് ഒരിക്കൽ അള്ളാന്റെ ഹബീബ് വന്ന് ചോദിച്ചു, ആയിഷ, എത്യോപ്യക്കാർ അഭ്യാസം കാണിക്കുന്നുണ്ട്, എനിക്ക് പൂതിയുണ്ടോ കാണാൻ? ഉണ്ട് നബിയെ, കൂട്ടിക്കൊണ്ടുപോയി.
ആഴ്ചയിൽ മാസത്തിൽ 30 ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മോഹ പിയാപ്പിളൻ്റെ ഒപ്പം ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന്. അപ്പോഴേക്ക് ചിലർ തിരിച്ചു പറയും 6 ദിവസം ഇപ്പം ആഴ്ചയിൽ ഞാൻ പുറത്തല്ലതിനോ, ഒരു ദിവസമെങ്കിലും സ്വൈര്യം കൊണ്ടുക. അറിയണം ഓരോ മനസ്സും. ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളെ ഉണ്ടാകൂ. ഞാൻ പറയാറുണ്ട്, നാളെ ഒരു കുടുംബ പ്രശ്നത്തിന് പോയപ്പോൾ ഒരു ഉമ്മ പറയുക, കുട്ടിക്കളി മാറിയില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഓൻ പുറത്തിറങ്ങുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്ക് വന്ന് പറയുന്നത് കാണാൻ, നിങ്ങൾ പരിപ്പട കൊണ്ടുവരണേ, നിങ്ങൾ മസാല ദോശ കൊണ്ടുവരണേ, നാരങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ, അല്ലെ നെല്ലിക്കപ്പിലിട്ട്. പുരയിലിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വപ്നമാണത്. ഓള് സ്കൂളിലൊക്കെ പഠിച്ചോളാ, ഓളും ഈ പുളിയച്ചാറും നെല്ലിക്കപ്പിലിട്ടോ ഒക്കെ തിന്നോളന്നെയാ. ഓക്കും സ്വപ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഓളെ സ്വപ്നം നശിപ്പിക്കാനല്ല, മറിച്ചോളെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് ചിറക് കൊടുക്കാനാ, അവളെ ആദരിക്കാനാ. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തു നോക്കി ഭാര്യമാര് പറഞ്ഞതും, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവണം. അതൊരു പെണ്ണ് നമ്മളെ മുഖത്തു നോക്കി പറയുന്നുണ്ടേ നമ്മളാണാ. അതിനാ പടച്ചോൻ സ്നേഹവും പ്രണയവും മനസ്സ് നിറയെ തന്ന്. മരിച്ച പെണ്ണിൻ്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്പിളിനോട് പറഞ്ഞു, ഇങ്ങേ ഒക്കെ ഒരു ഉമ്മ എടുത്താളാ. അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് കുറവാകുക. എന്താ? ഓളെ ഉമ്മ എടുക്കേ. അവസാനം മൂപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നത്. അപ്പം അങ്ങനെ ഉണ്ട് ചില കുടുംബത്തിൽ. ബാപ്പാരോടും കൂടിയാണ് പറയുന്നത്. 45-ാം വയസ്സിൽ മൂത്ത മോളെ കെട്ടിച്ചാൽ പിന്നെ ബാപ്പാര് സ്വയം വിചാരിക്കും ഞാൻ വയസ്സനായി എന്ന്. ഇല്ലട്ടോ, 53 കഴിഞ്ഞപ്പോൾ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച്. അതിൻ്റെ അർത്ഥം വേറെ പോയി കെട്ടണം എന്നല്ല. 53 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ ചുറുചുറുക്കുള്ള യുവാക്കളാ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 30-30 ഞാൻ നിങ്ങളപ്പനിട്ടോ വണ്ടിമേൽ ഇനി ഓട്ടോറിക്ഷ വെച്ച് പോയാൽ മതി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അഥവാ അരേ കൂടെ കൈ ചുറ്റിയാ കുറവ്. രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരെ പോകാൻ മടി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ്. മൂപ്പര് വേറൊരു മൂലയിൽ പോയിരിക്കും, ഓള് വേറൊരു മൂലയിലും ഇരിക്കും. 50 വയസ്സോലും ആയിട്ടുണ്ടാവില്ല. മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞത്? 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിൻ്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത്. ആ 50 കഴിയുമ്പോഴേക്കും സ്വയം വയസ്സനാകുന്നും വേണ്ട, ഒന്ന് സന്തോഷിക്കണം. അപ്പം ഉമ്മാൻ്റെ കൈ പിടിച്ച് മൂപ്പര് അകത്തേക്ക് കയറി. പിറ്റേന്ന് മക്കളോട് പറഞ്ഞു, മക്കളെ ഉമ്മാൻ്റെ കൈ പിടിച്ചപ്പോൾ ഉമ്മാൻ്റെ കൈ നിറയെ ഇങ്ങനെ കറീൻ്റെ കത്തി കൊണ്ട അടയാളുണ്ട്, ഒരു ഒര. മക്കൾ പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉമ്മൻ്റെ കൈമേൽ അതുണ്ട്, വാപ്പ പിടിച്ചോക്കായിട്ടാ. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇക്കഴിഞ്ഞൊരു 10 ദിവസത്തിൻ്റെ അടുക്കോളെ കൈ പിടിച്ച് ഒന്ന് സലാം പറഞ്ഞ് വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല ഒന്ന് കൈ പിടിച്ച് എനിക്കെന്തോ വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇനി കാര്യമാക്കണ്ട, ഞാൻ പോരും. ഇല്ല, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാണ് ജീവിക്കുന്നതെന്നാ. ഇതിൻ്റെക്കാൾ എത്രയോ അപ്പുറ രസം. എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ, എന്ത് സമാധാനമാണെന്നറിയോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം.